ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +1 ബിസിനസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ റെഫർ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്നത് അല്ല. ഇപ്പോൾ +2കാരുടെ എക്സാമിനൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്നതല്ല ചോദിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളുടെ പഠിക്കേണ്ട രീതി മാറ്റണം എന്നാണ്. എല്ലാ തവണയും എപ്പോഴും ചോദിക്കാറുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴെപ്പോഴും നമ്മൾ കാണാത്തത് കൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. കാരണം എന്തിനു വേണമെങ്കിലും ഇപ്പോൾ ചോദിക്കേണ്ട അല്ലേ. ടെക്സ്റ്റ് വായിച്ച് നന്നായിട്ട് വായിച്ച് പഠിച്ചാലാണ് നല്ല മാർക്സ് മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്ന കുറേ ഒരു സെറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതല്ലാണ്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റി സ്കിപ്പ് ചെയ്ത് നിർത്തിയേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ഒന്ന് നോക്ക്. അത് നോക്കുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു അടുത്ത കാര്യം. കാരണം ടെക്സ്റ്റ് ഫുള്ള് പഠിക്കൽ ഇനി പോസിബിൾ അല്ല. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വിചാരിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് മാറ്റി നിർത്തിയേക്കണ കുറേ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് പഠിക്കണം. അത് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് പഠിച്ചിട്ട് ഈ ബിസിനസ് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നോക്കിക്കോ. നെയിം ദ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ദാറ്റ് കംസ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പരിധിയിൽ വരുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? പൊതുമേഖലാ സ്ഥാപനം. ഏതാണ്? ആൻസർ ഏതാണ്? ഗവൺമെൻറ് കമ്പനി. ഓക്കെ, പിന്നെ നോക്കിക്കേ, ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞുതരാം. നോട്ട് ലെസ് ദാൻ 51% ഓഫ് ക്യാപിറ്റൽ എന്നൊരു ക്വസ്റ്റ്യൻ 51% എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഏതിൻ്റെയാണ്? ഗവൺമെൻറ് കമ്പനിയാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. FCI ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. FCI എന്ന് പറയുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഗവൺമെൻറ് വെയർ ഹൗസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എപ്പോഴും കാണാത്ത ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് വെയർ ഹൗസ് ഇസ് ദ ആൻസർ. Anu and Navya formed a partnership to construct a building. Identify the type of partnership. അനു നവ്യയും കൂടി പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്ത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടായിരുന്നു ഇത് ഫോം ചെയ്തത്. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പാണെന്ന് ചോദിക്കണേ. ആൻസർ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഒരു പർപ്പസിന് വേണ്ടി തുടങ്ങിയത്, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ എക്സ്പയർഡ് ആവും ആ ഒരു എഗ്രിമെൻറ്റ്. അതാണ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഫൈൻഡ് ദി ഓഡ് വൺ. ഇൻഫോസിസ്, ടിസ്കോ, ബിർള, പ്രോക്ടർ ആൻഡ് ഗാംബിൾ. ആൻസർ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ആണ്. ബാക്കി എല്ലാവരും MNCസിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇന്ത്യൻ എം എൻ സീസിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗിവ് ദ ഫുൾ ഫോം ഓഫ് RTGS. RTGSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നാച്ചുറൽ കോസ് ഓഫ് ബിസിനസ് റിസ്ക്. ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്ട്രൈക്ക് നാച്ചുറൽ കോസ് അല്ല, ബാക്കി ഫ്ലഡ്, ഹെവി റെയിൻ, എർത്ത്ക്വേക്സ് എല്ലാം നാച്ചുറൽ കോസ് ആണ്. അടുത്തത് നോക്കിക്കേ. നെയിം ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ എ പബ്ലിക് കമ്പനി ഇൻ പ്ലേസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഡോക്യുമെൻ്റ് ഏതാണ്? ആൻസർ ടേബിൾ A ഇൻ കേസ് ഓഫ് കമ്പനീസ് ആക്ട് 1956, ടേബിൾ F ഇൻ കേസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, 1956 കമ്പനീസ് ആക്ട് പ്രകാരം ടേബിൾ Aയും 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണെങ്കിൽ ടേബിൾ F ആണ് അതിൻ്റെ ആൻസർ. ദെൻ ഫണ്ട് ഫോർ മെഷീനറി മോഡേണൈസേഷൻ ഇസ്. അതിന് ആൻസർ മീഡിയം ടേമും ലോങ് ടേമും കാണുന്നുണ്ട്. കാരണം മെഷീനറിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടാണെങ്കിൽ നമുക്ക് ലോങ് ടേം എഴുതായിരുന്നു. പക്ഷേ ഇവിടെ മോഡേണൈസേഷൻ എന്നൊരു വാക്കുള്ളതുകൊണ്ട് നിങ്ങൾ മീഡിയം ടേമും ലോങ് ടേമും നോട്ട് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ. നെയിം ദ ബാങ്ക് അക്കൗണ്ട് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ആൻസർ ഇസ് കറണ്ട് അക്കൗണ്ട്. അടുത്തത്, ഇലക്ട്രിക് വേസ്റ്റ് ഇസ് ഡാഷ് പൊല്യൂഷൻ. ഇലക്ട്രോണിക് വേസ്റ്റ് കേട്ടോ. ഇലക്ട്രോണിക് വേസ്റ്റ് ഇസ് ലാൻഡ് പൊല്യൂഷൻ.
അടുത്തത് നോക്കിക്കേ, റൈറ്റ് എനി 2 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ടുവേർഡ്സ് ഇറ്റ്സ് എംപ്ലോയീസ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്നുള്ളത് നന്നായി പഠിക്കുക. ഒരു 6 മാർക്സിനൊക്കെ എപ്പോഴും കാണാറുണ്ട്. അടുത്തത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓണേഴ്സ് ഫണ്ട് ഷെയർസ്, ബോറോഡ് ഫണ്ടിൽ വരുന്നത് ഡിബഞ്ചേഴ്സ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഗിവ് ദ നെയിംസ് ഓഫ് പ്രൊഫഷണൽ ബോഡി ഓഫ് ദ ഫോളോയിങ് പ്രൊഫഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് പ്രൊഫഷൻസിൻ്റെ ഈ പറയുന്ന മെഡിക്കൽ, ലീഗൽ, ഈ പ്രൊഫഷൻസിൻ്റെ പ്രൊഫഷണൽ ബോഡി, ഇതിൻ്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ്. മെഡിക്കലിൻ്റെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ലീഗലിൻ്റെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് PPP ഈ ലാസ്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. PPP എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുക. ദെൻ ഹു ഈസ് എ പാർട്ട്ണർ ബൈ ഈസ്റ്റോപ്പൽ. പാർട്ട്ണർ ബൈ ഈസ്റ്റോപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if a partner by his talk or action gives an impression to third parties that he is a partner, then he is known as partner by estoppel. അതായത് ഒരു പാർട്ട്ണർ അദ്ദേഹത്തിൻ്റെ സംസാരവും ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തോന്നും, ഓ ഇയാൾ ഇവിടുത്തെ പാർട്ട്ണറാണ്, അവരെയാണ് പാർട്ട്ണർ ബൈ ഈസ്റ്റോപ്പൽ എന്ന് പറയുക. ഹി ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആൻഡ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ്. അയാൾ എന്താ പറയുക, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നില്ല, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാണ്, അങ്ങനത്തെ ഒരാളെയാണ് പാർട്ട്ണർ ബൈ ഈസ്റ്റോപ്പൽ എന്ന് പറയുക. അടുത്ത് നോക്കാം, മാച്ച് ദ ഫോളോയിങ്. ജനറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്നത് ഏതാണ്? കാറ്റിൽ ബ്രീഡിംഗ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഫിഷിംഗ്. ടെർഷ്യറി ഇൻഡസ്ട്രി വെയർഹൗസിംഗ് പഠിക്കണം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ബിസിനസ് കർത്ത ഈസ് റിലേറ്റഡ് ടു? ലിസ്റ്റ് ഔട്ട് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് സച്ച് ബിസിനസ്. ഏത് ബിസിനസ്സിലാണ് കർത്ത വരുന്നത്? കർത്ത വരുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി. എന്താ 2 ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് ക്യാപിറ്റൽ, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, നോ ലിങ്ക് ബിറ്റ്വീൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിവാർഡ്, സ്കോപ്പ് ഫോർ മിസ്യൂസ് ഓഫ് പവർ. ഇതൊക്കെ അതിൻ്റെ ആൻസേഴ്സ് ആണ്. അടുത്ത നോക്കിക്കേ, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഏതാണ് പേഴ്സണൽ ടച്ച് ഇല്ലാത്തത്? ഈ ബിസിനസ്. റൈറ്റ് 2 മോർ ലിമിറ്റേഷൻസ്. അപ്പോൾ എന്താണ് അതിൻ്റെ വേറെ 2 ലിമിറ്റേഷൻസ്? long time to complete transactions, high risk due to anonymity and non-traceability of parties, computer literacy is needed. ഇതൊക്കെയാണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, നെയിം ദ കോസ്റ്റ് ഫ്രീ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സ്. എക്സ്പ്ലെയിൻ 2 മെറിറ്റ്സ് ഓഫ് സച്ച് എ സോഴ്സ് ഓഫ് ഫണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കൺവീനിയൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. Okay, retained profits create no charge on assets of company. There is risk of losing control to management. There is no risk of losing control to management. Retained profits increase the financial strength and earning capacity of business. It is more dependable than external sources. There is no fixed obligation to pay dividend on the profits reinvested. Okay, ഏതെങ്കിലും 2 പോയിന്റ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. Modern technology helped banks a lot. Substantiate your answer. അതെന്താണ് അതിൻ്റെ ആൻസർ? ഇ ബാങ്കിങ്. ഓക്കെ, ഇ ബാങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ എഴുതേണ്ടത്. റിഡക്ഷൻ ഓഫ് ലോഡ് ഓൺ ബ്രാഞ്ചസ്, അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ടു ബാങ്ക്, ലെസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ അതിൽ വരും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബിലോ ലിസ്റ്റഡ് കമ്പനി ഡോക്യുമെൻറ്റ്സ്. പ്രോസ്പെക്ടസും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. പ്രോസ്പെക്ടസിനെ പറ്റി എന്താ എഴുതേണ്ടത്? ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് financial aspect of company, okay, and helps people in making decisions. Okay, then certificate of incorporation നെയാണ് birth certificate of company എന്നറിയപ്പെടുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. This certificate is a conclusive proof of the registration of a company. നെക്സ്റ്റ് പോയിന്റ്സ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. E-ticket booking of Indian Railway can be done through IRCTC. Identify the name this activity and write its 3 features. BPO, business process outsourcing ആണ്. അതായത് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ത്യൻ റെയിൽവേ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ IRCTC എന്ന് പറയുന്ന അത് വെച്ചിട്ടാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ IRCTCനെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് അവരുടെ മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ടിക്കറ്റ് ബുക്കിംഗ് IRCTC ചെയ്തോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ IRCTC ഇതിൽ എക്സലൻ്റ് ആണ് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. സോ കോൺസെൻട്രേറ്റ് ഓൺ കോർ കോമ്പിറ്റൻസി അല്ലേ. ഇവിടെ ഇന്ത്യൻ റെയിൽവേക്ക് അവരുടെ മെയിൻ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. അതേപോലെ മറ്റേ IRCTC ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവർക്ക് അവരുടെ ആ ഒരു സർവീസ് കിട്ടുന്ന വഴി നമുക്കതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സലൻറ്റ് എന്താ പറയുക സർവീസ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. സോ അതവിടെ BPO ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്, എഴുതണം.
നെക്സ്റ്റ് വൺ KSRTC is a form of public sector enterprise. in which type it belongs? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലാണ് വരുന്നത്. ഫീച്ചേഴ്സും പഠിക്കണം. എന്തൊക്കെയാണ്? ഫോർമേഷൻ ഇറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഗവൺമെൻറ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് ഇൻ പാർലമെൻറ്റ്. ഓക്കെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഓണർഷിപ്പ് എന്താണ്? ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ്. ഓക്കെ, മാനേജ്മെൻറ്റ് ആരുടെ കയ്യിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്. ഓക്കെ, സോ ഇതൊക്കെ എഴുതണം. നെക്സ്റ്റ് വൺ, the principle of one man one vote is applied to this form of business. ഏതാണ് one man one vote? കോപ്പറേറ്റീവ് സൊസൈറ്റി. 3 ഡിമെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, എക്സസീവ് സ്റ്റേറ്റ് റെഗുലേഷൻ, ലാക്ക് ഓഫ് സീക്രസി, ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. ഇതൊക്കെ എഴുതാം. നെക്സ്റ്റ് വൺ, റൈറ്റ് any 4 measures taken by government to control environmental pollution. ഗവൺമെൻറ് പാസ്ഡ് Environment Protection Act in 1986. Various programs on environment education, seminars on creating awareness. Government has also laid down environment action plan. Okay, manufacturing units have been closed in cities like Delhi, Agra. Government passed the Hazardous Waste Act 1989. ഇതൊക്കെ ഇതിൽ എഴുതാം. Okay, Mrs. Athira B.Tech runs her own engineering consultancy service in a city. She too contributed for flood victims in her locality. ഇവിടെ ഏതൊക്കെ 2 ആക്ടിവിറ്റീസാണ് വരുന്നതെന്നാണ് ചോദിച്ചത്. ആദ്യം പറഞ്ഞത് ഇക്കണോമിക്കും, രണ്ടാമത് വരുന്നത് നോൺ ഇക്കണോമിക്കുമാണ്. രണ്ടാമത് ചെയ്തത് ഏത് റെസ്പോൺസിബിലിറ്റിയിൽ വരും? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയിൽ വരും. അപ്പോൾ ഇക്കണോമിക്കിൻ്റെയും നോൺ ഇക്കണോമിക്കിൻ്റെയും ഡിഫറൻസാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ ടു ഏൺ മണിയാണ്. നോൺ ഇക്കണോമിക് ടു ഗെറ്റ് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ. ഇക്കണോമിക്കിൽ ഇറ്റ്സ് ബെനിഫിറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. നോൺ ഇക്കണോമിക്കിൽ ഇറ്റ്സ് ബെനിഫിറ്റ് കാൺട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇക്കണോമിക്കിൽ മണി ഇസ് ദ റിവാർഡ്, നോൺ ഇക്കണോമിക്കിൽ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ റിവാർഡ്. ഇനി അടുത്തതൊന്ന് നോക്കിക്കേ. ഡ്രോ ടേബിൾ വിത്ത് സ്യൂട്ടബിൾ ഹെഡ്സ്. കണ്ടോ, ഈ പറയുന്ന 10ഉം ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി. AIR ഏതിൽ വരും? ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്കിങ്സ്. KSRTC സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, NTPC ഗവൺമെൻറ് കമ്പനി, ONGC സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, എയർ ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്, SBI സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ബെൽ ഗവൺമെൻറ് കമ്പനി, ദൂരദർശൻ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്, സെയിൽ ഗവൺമെൻറ് കമ്പനി. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. അടുത്തത് നോക്കാം. മിസ്റ്റർ ജോൺ took a life policy worth 2 lakh. He also insured his Ford car for 10 lakh with Oriental Insurance Company. Identify the types of insurance from the above. ഇത് ഏതാണ്? ഒരെണ്ണം ഫസ്റ്റ് വൺ ലൈഫ് ഇൻഷുറൻസ്, സെക്കൻഡ് വൺ മോട്ടോർ വെഹിക്കിൾ ഓർ ജനറൽ ഇൻഷുറൻസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫാണ് അല്ലേ അവിടെ ഇൻഷുർ ചെയ്തേക്കുന്നത്. ജനറൽ ഇൻഷുറൻസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓർ അസറ്റാണ്. പിന്നെ ഈസി ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞുതരാം. ഇവിടെ മെഷർമെൻറ്റ് ഓഫ് ലോസ്. ലൈഫ് ഇൻഷുറൻസിൽ ലോസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ജനറൽ ഇൻഷുറൻസിലെ ലോസ് മെഷറബിൾ ആണ്. പീരിയഡ് കവേർഡ്. ലൈഫ് ഇൻഷുറൻസ് ലോങ് പീരിയഡ് ആയിരിക്കും, ജനറൽ ഇൻഷുറൻസ് യൂഷ്വലി 1 year ആയിരിക്കും. പിന്നെ ഹാപ്പനിങ് ഓഫ് ദി ഇവൻറ്റ് ലീഡിങ് ടു ക്ലെയിം. അതെന്താണെന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് ഉറപ്പായിട്ടും അല്ലേ എന്തായാലും ഒരാൾ മരിക്കും, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. പക്ഷേ ജനറൽ ഇൻഷുറൻസിൽ അവിടെ അൺസർട്ടൈൻ ആണ് ആ ഒരു പ്രശ്നം. ഓക്കെ, കാറൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നത് ചാൻസ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ദ നെക്സ്റ്റ് വൺ, റൈറ്റ് any 5 reasons for environmental pollution. കോസസ് ഓഫ് പൊല്യൂഷൻ ആണ്. ഓക്കെ, അത് ഓക്കെ അല്ലെങ്കിൽ കോസസ് റീസൺസ് ഫോർ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനത്തെ ഇതിൻ്റെ റീസൺസ് എഴുതാം. നെക്സ്റ്റ് വൺ, ഡ്രോ എ ടേബിൾ ഷോയിങ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ് ആൻഡ് കംപ്ലീറ്റ് ദ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ഫോർമേഷൻ, ലയബിലിറ്റി, മെമ്പേഴ്സ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഏതാണ് ഫോംസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്? സോൾ ട്രേഡിംഗ്, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. സോൾ ട്രേഡിങ്ങിൽ ഫോർമേഷനിൽ ഫോർമാലിറ്റി ഒന്നുമില്ല. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. മെമ്പേഴ്സ് എത്ര വേണം? 1 ഒരാൾ മതി. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് പ്രിപ്പറേറ്റർ, സോൾ പ്രിപ്പറേറ്ററിൻ്റെ ഓണർ. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോം ചെയ്യണമെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വേണം. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. മിനിമം എത്ര പേര് വേണം? 2 പേര്, മാക്സിമം 100 വരെ ആവാം. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആരെ ക്യാപിറ്റൽ കൊടുക്കുന്നത്? പാർട്ട്നേഴ്സ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആസ് പെർ ഹിന്ദു ലോ. അതിൽ ലയബിലിറ്റി കർത്തയ്ക്കുള്ള ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ബാക്കി എല്ലാവർക്കും അൺലിമിറ്റഡ് ലയബിലിറ്റി ഇല്ല. അതിലത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ്, എത്ര പേര് വേണമെങ്കിലും ആവാം. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫാമിലി പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെയാണ് ക്യാപിറ്റൽ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്.
ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912 പ്രകാരമാണ് ഫോം ചെയ്യുന്നത്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിൽ വരുന്നത് മെമ്പേഴ്സ്, ലോൺസ് ഫ്രം ബാങ്ക്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ എയ്ഡൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ, റിസ്ക് ഇസ് ഇൻഎവിറ്റബിൾ ഇൻ എവറി ബിസിനസ്. നെയിം ദ ബിസിനസ് സർവീസ് റെഫർഡ് ഹിയർ. റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ ആ ഒരു ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യാൻ എന്താണ്? ഇൻഷുറൻസ്. പിന്നെ ചോദിച്ചിരുന്നത് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ, പ്രിൻസിപ്പിൾ ഓഫ് സബ്രുഗേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മെഡിക്കേഷൻ ഓഫ് ലോസ്, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും പഠിക്കണം. Various stages in formation of public company is listed below. Write in the correct order. Correct order എഴുതുമ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് പ്രൊമോഷൻ, സെക്കൻഡ് ഇൻകോർപ്പറേഷൻ, തേർഡ് ഇസ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ഇവിടെ പ്രൊമോഷൻ്റെ സ്റ്റേജസ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ആർ ടു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഫോർ ജോയിൻസ് ടു കമ്പനി, ബട്ട് ദർ ആർ സെർട്ടൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ടു. ഷെയർസും ഡിബെഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് എസ് എ ക്വസ്റ്റ്യൻ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.